ഏഷ്യയിലെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിച്ചത് എവിടെ? അപ്പോൾ ഉത്തരം എവിടെയാണ്? ഓപ്ഷൻ ബി. എവിടെയാണ്? ലക്നൌവിലാണ്. എവിടെയാണ്? ലക്നൌവിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഉത്തരം ഓപ്ഷൻ ഡി. ഏതാണ്? ഷില്ലോങ് ആണ്. ഏതാണ്? ഷില്ലോങ് ആണ് ഉത്തരം. അപ്പൊ കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം ഏതാണ്? ഷില്ലോങ്. അടുത്ത ചോദ്യം. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സ്ഥലം. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സ്ഥലം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ഏതാ? അലാങ്. ഓപ്ഷൻ എ അലാങ് ആണ് ഉത്തരമായി വരുന്നത്. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം അലാങ്. അടുത്ത ചോദ്യം. ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ. ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. ഏതാണ്? മുംബൈ സെൻട്രൽ ആണ്. ഏതാണ്? മുംബൈ സെൻട്രൽ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം മറക്കലും. ഗൂഗിളിന്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻ. ഉത്തരം ഏതാണ്? മുംബൈ സെൻട്രൽ. അടുത്ത ചോദ്യം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഉത്തരം ഓപ്ഷൻ ബി. ഏതാ? ബ്രഹ്മപുത്ര. ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ചോദ്യം മറക്കരുത്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. ഉത്തരം ബ്രഹ്മപുത്ര. അടുത്ത ചോദ്യം. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി. ഏതാണ്? മഹാനദിയാണ്. ഓപ്ഷൻ ഡി. മഹാനദി. ചോദ്യം മറക്കല്ലും. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. അടുത്ത ചോദ്യം നോക്കാം. കാർഗിൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഗിൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഏതാണ് ഇവിടെ വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ. ഏതാണ്? സുരു നദി. ഏതാണ്? ഓപ്ഷൻ എ. സുരു നദിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം മറക്കലും. കാർഗിൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം സുരു നദി. അടുത്ത ചോദ്യം. കിങ് മേക്കർ എന്നറിയപ്പെടുന്ന തമിഴ് രാഷ്ട്രീയ നേതാവ്. കിങ് മേക്കർ എന്നറിയപ്പെടുന്ന തമിഴ് രാഷ്ട്രീയ നേതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ആരാണ്? ഓപ്ഷൻ ഡി. കാമരാജ്. ഓപ്ഷൻ ഡി. കാമരാജ്. ചോദ്യം എങ്ങനെയാണ്? കിങ് മേക്കർ അല്ലെ? എങ്ങനെയാണ്? കിങ് മേക്കർ എന്നറിയപ്പെടുന്ന തമിഴ് രാഷ്ട്രീയ നേതാവ് ആരാണ്? കാമരാജാണ് ഉത്തരം. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഗാരോ ഏത് സംസ്ഥാനത്തെ പ്രധാന ഗോത്രവർഗമാണ്? ഗാരോ ഏത് സംസ്ഥാനത്തെ പ്രധാന ഗോത്രവർഗമാണ്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ. ഏതാണ്? മേഘാലയയിലെയാണ്. ഓപ്ഷൻ എ. ഏതാണ്? മേഘാലയ. അടുത്ത ചോദ്യം നോക്കാം. ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം. ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം. ഉത്തരം ഏതാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി. ഏതാ? കുച്ചിപ്പുടിയാണ്. ഓപ്ഷൻ സി. കുച്ചിപ്പുടി. ചോദ്യം മറക്കലും. ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപം ചോദിച്ചാൽ ഉത്തരം ഏതാണ്? കുച്ചിപ്പുടിയാണ് ഉത്തരം. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ദേശീയ സമ്മതിദായക ദിനം. ദേശീയ സമ്മതിദായക ദിനം. ഉത്തരം എന്നാ വരുന്നത്? ജനുവരി 25. ഓപ്ഷൻ ബി. ജനുവരി 25. ഇനി അടുത്ത ചോദ്യം നോക്കേ. പുകയില വിരുദ്ധ ദിനം എന്നാണ്. പുകയില വിരുദ്ധ ദിനം എന്നാണ്. എന്നാണ്? ഓപ്ഷൻ ഡി. എന്നാ? മെയ് 31. എന്നാണ്? മെയ് 31. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഒഞ്ച് എവിടുത്തെ ആദിവാസി വിഭാഗമാണ്? ഒഞ്ച് എവിടുത്തെ ആദിവാസി വിഭാഗമാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കൂടുതൽ നമ്മൾ ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട. ഉത്തരം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ഉത്തരം. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഏഷ്യയിലെ ലോർഡ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം. ഏഷ്യയിലെ ലോർഡ്സ് എന്നറിയപ്പെടുന്ന സ്റ്റേഡിയം. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി. ഏതാണ്? ഈഡൻ ഗാർഡൻ. ഈഡൻ ഗാർഡൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഒഡീഷയിലെ റൂർക്കല ഉരുക്ക് നിർമ്മാണ ഫാക്ടറി നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. ഒഡീഷയിലെ റൂർക്കല ഉരുക്ക് നിർമ്മാണ ഫാക്ടറി നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏത്? അപ്പൊ ഏതാണത്? ഓപ്ഷൻ ബി. ഏതാ? ജർമ്മനിയാണ്. ഓപ്ഷൻ ബി.
ജർമ്മനിയാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഓർണിത്തോളജിയുടെ പിതാവ്. ഓർണിത്തോളജിയുടെ പിതാവ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിലാണ്. ആരാണ്? അരിസ്റ്റോട്ടിലാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകം. ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ഏതാ? ടാങ്കനിക്കയാണ്. ഏതാണ്? ടാങ്കനിക്ക. ചോദ്യം എന്തുവാ? ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകം. ഉത്തരം ഏതാണ്? ടാങ്കനിക്ക. ഏതാണ്? ടാങ്കനിക്കയാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. നേപ്പാളിന്റെ ദേശീയ മൃഗം. നേപ്പാളിന്റെ ദേശീയ മൃഗം ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ഏതാണ്? പശുവാണ്. ഏതാണ്? ഓപ്ഷൻ സി പശുവാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം. അപ്പൊ ഓപ്ഷനിലെ കേരളമുണ്ട്, പഞ്ചാബുണ്ട്, അസമുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ഏതാണ്? പഞ്ചാബാണ്. ഏതാണ്? പഞ്ചാബാണ്. ചോദ്യമറക്കലും ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം. ഉത്തരം പഞ്ചാബ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി അന്ധവിദ്യാലയം സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്ധവിദ്യാലയം സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ എവിടെയായിരിക്കും? ഓപ്ഷൻ സി എവിടെയാ? അമൃത്സർ ആണ്. ഉത്തരം ഏതാണ്? അമൃത്സർ ആണ്. ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് എങ്ങനെ അന്ധവിദ്യാലയം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം അമൃത്സർ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ഏതാണ്? ക്യൂബയാണ്. ഏതാണ്? ഓപ്ഷൻ എ ക്യൂബയാണ് ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം എങ്ങനെയാ? ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം ക്യൂബയാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫാറ്റിക് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫാറ്റിക് ഗ്രന്ഥി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നോക്കേ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ഏതാ? പ്ലീഹയാണ്. ഏതാണ്? പ്ലീഹയാണ് ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം എങ്ങനെ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ലിംഫാറ്റിക് ഗ്രന്ഥി. ഉത്തരം ഏതാണ്? അത് പ്ലീഹയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം. അപ്പൊ എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ചോദിച്ചാല് ഉത്തരം ഏതാണത്? ജീവകം B12 ആണ്. ഏതാണ്? ജീവകം B12നെയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. മറക്കല്ല, എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? അത് ജീവകം B12. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം. ചോദ്യം എന്തുവാ? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം. അപ്പൊ ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ഏതാണ്? ടെക്നീഷ്യമാണ്. ഏതാണ്? ടെക്നീഷ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ഏതാണ്? ഉത്തരം ടെക്നീഷ്യം. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും ഈ പറയുന്നവയ്ക്കകത്ത് അഥവാ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം എന്ന് പറയുന്നത് ഏതാണത്? ഹൈഡ്രജൻ സൾഫൈഡ്. ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം മറക്കില്ല, ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ. ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ഏതാണ്? ക്യുമുലോ നിംബസ്. ഏതാണ്? ക്യുമുലോ നിംബസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കടലിന്റെ നീലിമയ്ക്ക് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? കടലിന്റെ നീലിമയ്ക്ക് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആരാണ്? CV രാമൻ. ആരാണ്? CV രാമൻ. ചോദ്യം എന്തുവാ? കടലിന്റെ നീലിമയ്ക്ക് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് CV രാമൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയില്ല? അപ്പൊ എവിടെയായിരിക്കും? ഡൽഹിയിലാണ്. അപ്പൊ ഓപ്ഷൻ ബി എവിടെയാണ്? ഡൽഹിയിലാണ്. ചോദ്യം എന്തുവാ? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഡൽഹി. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ചോദിച്ചാൽ ഉത്തരം ആരാണ്?
ശ്രീനാരായണ ഗുരു അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. മഹാരാജ നന്ദകുമാർ സംഭവവുമായി ബന്ധപ്പെട്ട് ഇംപീച്ച്മെന്റിന് വിധേയനാക്കപ്പെട്ട ഗവർണർ ജനറൽ. ചോദ്യം ശ്രദ്ധിച്ചേ. മഹാരാജ നന്ദകുമാർ സംഭവവുമായി ബന്ധപ്പെട്ട് ഇംപീച്ച്മെന്റിന് വിധേയനാക്കപ്പെട്ട ഗവർണർ ജനറൽ. അപ്പൊ ഇവിടെ ഉത്തരം ആരാ വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോ ആരാണ് ഈ മഹാരാജ നന്ദകുമാർ എന്ന് പറയുന്നത്? അയാള് ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. മനസ്സിലാക്കുക, അയാൾ ആരായിരുന്നു? ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്യും? നിരന്തരമായിട്ട് വാറൻ ഹേസ്റ്റിങ്സിന്റെ ഭരണത്തെ വിമർശിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സൈക്യവേദായപ്പോഴത്തേക്ക് ഈ വാറൻ ഹേസ്റ്റിങ്സ് എന്ത് ചെയ്ത് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഈ മഹാരാജ നന്ദകുമാറിനെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അയാൾ ജയിലിലാക്കി. മാത്രമല്ല അയാൾ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. അപ്പോ അത് ഇങ്ങനെ ഇംപീച്ച്മെന്റ് ചെയ്യുവാനുള്ള പ്രമേയം കൊണ്ടുവന്നത് അത് എഡ്മണ്ട് ബെർഗാണ്. ഓക്കെ, ആരാണത്? എഡ്മണ്ട് ബെർഗാണ്. അപ്പൊ ചോദ്യം മറക്കല്ലും. മഹാരാജ നന്ദകുമാർ സംഭവവുമായി ബന്ധപ്പെട്ട് ഇംപീച്ച്മെന്റിന് വിധേയനാക്കപ്പെട്ട ഗവർണർ ജനറൽ ചോദിച്ചാൽ ഉത്തരമാരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ,